വിഷയത്തിലാണ്. ബാർക്കോഴ വിഷയത്തിൽ ഇടുക്കി അണക്കര സ്പൈസ് ഗ്രോവ് ഉടമ അരവിന്ദാക്ഷന്റെ മൊഴിയെടുക്കുകയാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘമാണ് നെടുങ്കണ്ടത്ത് വെച്ച് മൊഴിയെടുക്കുന്നത്. പണം നൽകി എന്ന് അനിമോൻ വെളിപ്പെടുത്തിയ ഹോട്ടൽ ഉടമയാണ് അരവിന്ദാക്ഷൻ. അനിമോനും ഈ ഹോട്ടലിൽ പങ്കാളിയാണ്. പ്രിൻസ് ജെയിംസ് വിവരങ്ങൾ പങ്കുവെക്കും. പ്രിൻസ്, ഇന്നലെ അനിമോന്റെ മൊഴി ശേഖരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകുമെന്നാണ് അറിയുന്നത്. ഇന്ന് ഇടുക്കിയിലാണ് സംഘമുള്ളത്. എന്തൊക്കെയാണ്, ആരെയൊക്കെയാണ് ഇന്ന് കാണുക? ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ഇന്ന് ഇടുക്കിയിലുണ്ട്. പ്രത്യേകിച്ചും മൂന്നാറടക്കമുള്ള മേഖലകളിലെ സംഘം സന്ദർശിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ നെടുങ്കണ്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം ഈ പണം നൽകിയെന്ന വിവാദം ഉയർന്നിരിക്കുന്ന സ്പൈസ് ഗ്രോവ്, അണക്കര സ്പൈസ് ഗ്രോവിന്റെ ഉടമ അരവിന്ദാക്ഷനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ചാണ്, നെടുങ്കണ്ടത്ത് വെച്ചാണ് അന്വേഷണ സംഘം ഇയാളുടെ മൊഴിയെടുക്കുന്നത്. ഈ ഹോട്ടലിലും സ്പൈസ് ഗ്രോവ് ഹോട്ടലിന് മുമ്പ് വെളിപ്പെടുത്തൽ നടത്തിയ അനിമോന് പങ്കാളിത്തമുള്ള ഒരു ഹോട്ടലാണ്. എന്തായാലും മൊഴിയെടുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഈ ശേഷം സ്പൈസ് ഗ്രോവ് അടക്കമുള്ള ഹോട്ടലിലേക്കൊക്കെ ഒരു അന്വേഷണ സംഘം നീങ്ങുമെന്നുള്ളതാണ് നമുക്ക് കരുതേണ്ടത്. രഞ്ജിത്ത്, ഈ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇപ്പോൾ സ്പൈസ് ഹോട്ടൽ ഉടമ എന്ന് പറയുന്നത് അനിമോന്റെ ശബ്ദരേഖയിലുള്ള ആളാണ്. മറ്റ് നിരവധി ഹോട്ടൽ ഉടമകൾ പണം നൽകിയിട്ടുണ്ട്, ചിലരൊക്കെ പണം നൽകിയിട്ടുണ്ട്, ചിലർ നൽകാനുണ്ട് എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോൾ എല്ലാവരെയും അന്വേഷണത്തിൽ കൊണ്ടുവരുമോ സംഘം? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ഇവർ മാധ്യമങ്ങളോട് വല്ലതും സംസാരിക്കാൻ തയ്യാറാകുന്നുണ്ടോ? രഞ്ജിത്ത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം മാധ്യമങ്ങളുമായി പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടില്ല. എങ്കിൽ പോലും പ്രത്യേകിച്ചും ഇടുക്കിയിലുള്ള വിവിധ കേന്ദ്രങ്ങളിലെ ബാറുകൾ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും മൂന്നാർ മേഖലകളിൽ ഇന്ന് സന്ദർശനം നടത്തിയിരുന്നു. ഇതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നെടുങ്കണ്ടത്തേക്ക് എത്തിയിരിക്കുന്നത്. നെടുങ്കണ്ടത്തെ പ്രധാന ബാറുകളിലൊക്കെ ഈ അന്വേഷണ സംഘം എത്തുന്നു. തുടർന്ന് ഈ കുമ്മളി അടക്കമുള്ള മേഖലകളിലേക്കും കട്ടപ്പന മേഖലകളിലേക്കും ഒക്കെ പോകുമെന്നുള്ളതാണ് സൂചന. എന്തായാലും വിവിധ മേഖലകളിലെ ബാറുകൾ കേന്ദ്രീകരിച്ചും ഈ അന്വേഷണം നടത്തുമെന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും ഇന്ന് ഇപ്പോൾ നിലവിൽ ഈ സ്പൈസ് ഗ്രോവ് ഉടമയുടെ മൊഴിയെടുക്കുന്നതിനുള്ള നടപടികളാണ് ഇത് സ്വീകരിച്ചു വരുന്നത്. ഇതിനുശേഷമായിരിക്കും മറ്റ് ആളുകളെ ചോദ്യം ചെയ്യലുണ്ടോ, മറ്റ് അന്വേഷണ സംഘം മറ്റ് ഹോട്ടലുകൾ ബാറുകളിലേക്കുള്ള നീങ്ങുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകും. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ബാർക്കോഴയുമായി ബന്ധപ്പെട്ട അന്വേഷണം, ഇതിലൂടെ ഉയർന്ന ആരോപണത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.